ADGP പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിന് MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGP. സ്വർണ്ണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ടെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുവെന്ന കണ്ടെത്തലിൽ ആണ് കേസെടുക്കാമെന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ശുപാർശ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശവും ശുപാർശയുമാണല്ലോ ഇപ്പോൾ DGPയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്റലിജൻസ് ADGP കൂടിയായ പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിലാണ് MR അജിത് കുമാറിനെതിരെ സിവിലായും ക്രിമിനലായും കേസെടുക്കാമെന്നുള്ള DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ശുപാർശ സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഏറെ വിവാദമായ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് പി വിജയനെതിരെ, അതായത് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ പി വിജയന് പങ്കുണ്ട് എന്ന് SP ആയിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു പി വിജയൻ എഴുതിയും രേഖാമൂലവും അല്ലാതെയും വാമൊഴിയായി നൽകിയ മൊഴി. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ അന്വേഷണം. എന്നാൽ പി വിജയനെതിരെ ഇങ്ങനെ ഒരു ആരോപണം MR അജിത് കുമാർ ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് SP സുജിത് ദാസ് തന്നെ രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുമായിരുന്നു സുജിത് ദാസിന്റെ വാദം. അതിന് പിന്നാലെയാണ് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് MR അജിത് കുമാർ നടത്തുന്നത് എന്ന് കാണിച്ചുകൊണ്ട് പി വിജയൻ സർക്കാരിന് പരാതി നൽകുന്നത്. ആ പരാതിയിന്മേലാണ് DGPയോട് സർക്കാർ നിർദ്ദേശം തേടിയത്. അവിടെയാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അദ്ദേഹം വിരമിക്കാനിരിക്കുകയാണ് അടുത്ത 30-ന്. അതിനിടയിലാണ് DGP സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ 6ാം സ്ഥാനത്തുള്ള MR അജിത് കുമാറിനെതിരെ സിവിലായും ക്രിമിനലായും കേസെടുക്കാമെന്നുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം, ശുപാർശ സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ പോലീസ് തലപ്പത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒന്ന് എന്നതോടൊപ്പം നിരവധി വിവാദങ്ങളിൽ ഇപ്പോൾ തന്നെ പെട്ടുപോയിട്ടുള്ള ആൾ, അതിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമുണ്ട്, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ട്. ഇങ്ങനെ മറ്റ് നിരവധിയായ വിവാദങ്ങളിൽ ഉൾപ്പെട്ട അജിത് കുമാർ തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്, അജിത് കുമാറിനെതിരെയാണ് അന്വേഷണം നടത്താം മറ്റൊരു വിഷയത്തിൽ എന്ന നിർദ്ദേശം കൂടി ഉണ്ടാകുന്നത്. നമുക്കറിയാം, കവടിയാറിലെ അജിത് കുമാറിന്റെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം സ്വർണം കടത്തിലെ ബന്ധം എന്നീ വിഷയങ്ങളായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയത്. എന്നാൽ പിന്നീട് ആദ്യം സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം നടത്തുന്നു, പിന്നീട് വിജിലൻസിന് പരാതി ലഭിക്കുന്നു, വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. എന്നാൽ അതിൽ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട്, അതിൽ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ആരോപണവും തെളിയിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ. അതിന് പിന്നാലെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി, സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ലിസ്റ്റ് ഡൽഹിയിലേക്ക് UPSC കമ്മീഷന് കൈമാറിയത്. അവിടെ നിന്ന് 3 പേരുടെ ഒരു പട്ടികയായിരിക്കും തിരികെ സംസ്ഥാന സർക്കാരിന് കൈമാറുക. അതിൽ MR അജിത് കുമാർ ഇടം പിടിക്കുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന കാര്യം. അങ്ങനെ ഇടം പിടിച്ചാൽ MR അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്ന ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമായിരിക്കുന്നതിനിടയിലാണ് MR അജിത് കുമാറിനെതിരെ സിവിലായും ക്രിമിനലായും കേസെടുത്ത് അന്വേഷണം നടത്താമെന്ന സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നിർണായകമായ ഒരു ശുപാർശ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡാൻ, ഇതോടൊപ്പം നമുക്കറിയാം ഈ സംസ്ഥാനത്തെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PV അൻവർ, ADGP പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിനാണ് ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGP വ്യക്തമാക്കിയിട്ടുള്ളത്. താങ്കൾക്ക് എന്താണ് ഇതിൽ ആദ്യ പ്രതികരണമായി നൽകാൻ പറ്റുന്നത്? ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനുള്ള, ഇതിന്റെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേ DGP തന്നെ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിന് അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്താണല്ലോ. ആ റിപ്പോർട്ട് എന്താണ് ഗവൺമെന്റ് ചെയ്തത്? ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ 3 ഉദ്യോഗസ്ഥരെ ഏർപ്പാട് ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് IPS ഉദ്യോഗസ്ഥനായ ശ്രീ വിജയൻ. അദ്ദേഹം കേരളത്തിലെ ഒരു നന്മയുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഇന്നുവരെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ആ മനുഷ്യനെ കുറിച്ച് നടത്തിയ വളരെ മോശപ്പെട്ട കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിന്റെ മുന്നിൽ വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ വ്യക്തി ഹത്യ ചെയ്തതിൽ അദ്ദേഹം കൊടുത്ത പരാതിയാണ് DGP അന്വേഷിച്ചത്. അതിന്റെ മുകളിൽ ക്രിമിനലായും സിവിലായിട്ടും കേസെടുക്കണമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ആ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. P ശശിയാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ MR അജിത് കുമാറിനെതിരെ ഒരു ചെറുവിരൽ അനക്കുന്ന നടപടി പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്
ഉണ്ടാകില്ല എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലൊരു നിയമ നടപടി ഉണ്ടായി അജിത് കുമാറിനെതിരെ ഒരു നടപടി വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നമ്മളത് വിഡ്ഢികളുടെ ലോകത്തിൽ ആണ് നമ്മൾ നിൽക്കുന്നത് എന്ന് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. ഇതിൽ ഈ താങ്കളാണല്ലോ ഈ സ്വർണ്ണക്കടത്തുമായി MR അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അജിത് കുമാർ P വിജയന്റെ പേരടക്കം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത്. താങ്കൾ ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണല്ലോ അല്ലെ? ഞാൻ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല, ഞാനതിന് ഇപ്പോ പോലീസ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തെ കുറിച്ച് ചാർജുകളൊന്നും ഇല്ലാന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ റിപ്പോർട്ട് ഒരു പരാതിക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് സ്വാഭാവികമായും ഡിപ്പാർട്ട്മെന്റ് നൽകേണ്ട, അത് നൽകിയിട്ടില്ല. ഞാൻ അതിനൊരു അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. ആ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന എനിക്ക് എന്നാണോ ഈ പറയുന്ന റിപ്പോർട്ട് കിട്ടുന്നത്, ആ കിട്ടുന്ന മുറക്ക് നമ്മൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കും. KM എബ്രഹാമിന്റെ കേസിലും അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും ശങ്കർ കഴിഞ്ഞു, അജിത് കുമാർ കഴിഞ്ഞു, മൂന്നാമത്തെ ഏറ്റവും അടുത്ത ആളാണ് KM എബ്രഹാം. ആ എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും ഇതേ വിഷയമാണല്ലോ വിജിലൻസ് ചെയ്തത്. അതാണല്ലോ ഹൈക്കോടതി പറഞ്ഞത്. വിജിലൻസിൽ ഇതിൽ ഡബിൾ ഗെയിം നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അദ്ദേഹം സ്വത്ത് സമ്പാദനം പ്രഥമ ദൃഷ്ട്യ നടത്തിയതാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ CBI അന്വേഷണത്തിന് പോയത്. എനിക്കും ആ ഒരു പ്രൊസീജിയറിലേക്ക് പോകണമെങ്കിൽ ഈ റിപ്പോർട്ട് എനിക്ക് കിട്ടണം. ആ റിപ്പോർട്ട് തരുന്നില്ല ഗവൺമെന്റ്. അതിന് പരാതി അതെന്തുകൊണ്ട് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഏത് ഈ സർക്കാർ ഇപ്പോൾ താങ്കൾ പറഞ്ഞു, അതായത് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയാണ് ഈ അജിത് കുമാറിനെതിരെ നടപടിയുമായി പോകാമെന്ന് പറയുന്നത്. അപ്പോഴും അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുകയാണല്ലോ. ശ്രീ PV അൻവർ, ശ്രീ PV അൻവർ, താങ്കൾക്ക് കേൾക്കാമോ? യെസ്, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല. നേരത്തെ PV അൻവർ തന്നെയായിരുന്നു MR അജിത് കുമാറിന് എതിരെ വിമർശനം ഉന്നയിച്ചത്. അതിൽ താൻ ഉറച്ചു നിൽക്കുക തന്നെയാണ് എന്ന് പറയുന്നു. അതുമാത്രവുമല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയാൽ പോലും എന്നുകൂടി അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ ടെലിഫോൺ കട്ടായി പോകുന്നൊരു സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ഡാൻ, ഇതാണ്, അതായത് നേരത്തെ PV അൻവർ ഒരു ആരോപണം ഉന്നയിക്കുന്നു, സ്വർണ്ണക്കടത്തുമായി MR അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന്. ആ MR അജിത് കുമാർ P വിജയന്റെ പേര് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ആണ് അത് വ്യാജമായ മൊഴിയായിരുന്നു, വ്യാജമായ ഇൻഫർമേഷനാണ് നൽകിയത് എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നത്. ഇതിപ്പോൾ ഈ പോലീസ് തലപ്പത്ത് ഇരിക്കുന്നവർ തന്നെ ഇങ്ങനെ ആണ് ഇവർക്കിടയിലെ സംഭവങ്ങൾ എന്നത് നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഈ IAS തലപ്പത്ത് വലിയ തോതിൽ ഈ പടലപ്പിണക്കങ്ങൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ നമുക്കറിയാം. അതിനിടയിലാണ് ഈ പോലീസ് തലപ്പത്തും ഇത്തരത്തിലാണ് കാര്യങ്ങൾ എന്നതുകൂടി പുറത്തേക്ക് വരുന്നത്. അത് പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒന്നായി മാറുന്നുമില്ലേ ഡാൻ? അഭിലാഷ്, തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുമെല്ലാം ADGP P വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിലടക്കം MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ ക്രമസമാധാനമായ ചുമതലയിൽ നിന്ന്, അതായത് ADGP സ്ഥാനത്ത് നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതൊഴിച്ചാൽ മറ്റ് വകുപ്പ് തല നടപടികളൊന്നും MR അജിത് കുമാറിനെതിരെ ഇത്രയും വിവാദങ്ങൾ ഉയർന്നിട്ടും എടുത്തിട്ടില്ല. മാത്രവുമല്ല, ഈ വിവാദങ്ങളിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് മറ്റ് തെളിവുകളൊന്നുമില്ല. ഈ കവടിയാറിലെ